എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഗോക്കു ആണെങ്കിൽ ആ ഒരു വലിയ പവർ ക്രിയേറ്റ് ചെയ്ത് ആ ഫ്രീസയെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൻ തകർന്നു എന്ന് കരുതി നമ്മുടെ ആൾക്കാരാണെങ്കിൽ സമാധാനത്തിൽ ബുൽമയെയും കണ്ടെത്തി അവിടുന്ന് തിരികെ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത നിമിഷം അവർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ഫ്രീസ അവൻ അവിടേക്ക് കടന്നു വരും. ഫ്രീസയാണെങ്കിൽ അവിടേക്ക് വരേണ്ട താമസം അവൻ അവന്റെ പവർ ഉപയോഗിച്ച് ആദ്യം ഗോക്കുയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഗോക്കുവിനെ രക്ഷിച്ച് ആ ഒരു അറ്റാക്കിൽ പിക്കലോ അവൻ പെട്ടുപോവാണ്. പിക്കലോയ്ക്കാണെങ്കിൽ അനക്കമില്ല. അതിനുശേഷം മൊട്ടപ്പനെ അറ്റാക്ക് ചെയ്ത് മൊത്തത്തിൽ തകർപ്പില്ലാതാക്കി കളയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത്തുകെട്ട് ഷോക്കാവും. കൺട്രോൾ പോയ ഗോക്കു അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ സൂപ്പർ സയാൻ മോഡിലേക്ക് മാറും. ബഹാനാണെങ്കിൽ അവിടുന്ന് പോകാൻ കൂട്ടാക്കില്ല. ഇല്ല, ഒരു കാരണവശാലും ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ മാസ്റ്റർ പിക്കലോയെ കൊന്നത് ഈ ഫ്രീസയാണ്. എനിക്കതിന് അവനോട് റിവെഞ്ച് ചെയ്യണം. ഗോക്കുവിനാണെങ്കിൽ ഗോഹാന്റെ വാക്കുകൾ കേട്ട് അവന് ടെൻഷൻ അത് 10 മടങ്ങാവും. ഓ നോ, നിന്നോട് ഞാനാണ് പറയുന്നത്, എത്രയും വേഗം നീ ആ സ്പേസ് ഷിപ്പിൽ ഉൽമയും കണ്ടെത്തി പിക്കലോയുടെ ശരീരമായിട്ട് ഇവിടുന്ന് പോകണം. എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഞാൻ നിന്നെയും എന്തെങ്കിലും ചെയ്യും. ഗോഹാനാണെങ്കിൽ വേറെ വഴിയില്ലാതെ ഇപ്പൊ പിക്കലോയെ എടുക്കാൻ അവന്റെ അടുത്തേക്ക് വരും. ഫ്രീസയ്ക്കാണെങ്കിൽ ഗോക്കുവിന്റെ ചേഞ്ച് കണ്ട് ഭയങ്കര ഷോക്ക്. ഓ നോ, ഇവൻ എന്ത് സംഭവിച്ചു? എങ്ങനെ ഇവൻ ഇങ്ങനെ ചേഞ്ച് ആയി? ഒരുപക്ഷെ ഇവൻ സൂപ്പർ സയനായി കാണോ? കരുതിയത് ഇവന് കൊരങ്ങന്റെ രൂപത്തിലേക്ക് മാറുമെന്നാണ്. പക്ഷെ അപ്രകാരം ഒന്നും ഇവൻ മാറിയിട്ടില്ല. എന്തോന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഗോഹാനാണെങ്കിൽ ഇപ്പൊ പിക്കലോ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ വേഗം അവനോട് കടന്നു പോകാൻ പറയും. അതിൽ ഗോഹാനാണെങ്കിൽ ടെൻസ്ഡായി, ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛനെങ്ങനെ തിരികെ വരാനായിട്ട് കഴിയും? സ്പേസ് ഷിപ്പ് അത് ഞങ്ങളുടെ കയ്യിലല്ലേ? അതിന് ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെടും. ഞാൻ നിന്റെ അച്ഛനാണ്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറയുന്ന കാര്യം അത് മാത്രം നീ ഇപ്പൊ കേട്ട് അതനുസരിച്ച് കാര്യങ്ങൾ നീക്ക്. ഗോഹാനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടുകൂടെ പിക്കലോയെ തൂക്കിയെടുത്ത് ഇപ്പൊ ഫ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. പപ്പയ്ക്ക് വേണ്ടി ഉറപ്പായാലും ഞാൻ വെയിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അവനെ തോൽപ്പിച്ച് വിജയശ്രീ ലാളിതനായി നിങ്ങൾ തിരികെ എൻ്റെ അടുത്തേക്ക് വരും തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉറപ്പായാലും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ കടന്നു പോകും. അതുകൊണ്ട് ഫ്രീസയാണെങ്കിൽ ഇപ്പോൾ ഗോഹാനെ നോക്കി കൈ നീട്ടും. അത്ര എളുപ്പത്തിൽ നിനക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ? ഉറപ്പായാലും അത് സാധിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവ കൈ നീട്ടാൻ ശ്രമിക്കും. ആ സെക്കൻഡിൽ തന്നെ ഗോക്കു ആണെങ്കിൽ അവന്റെ മുൻപിലേക്ക് വരികയാണ്. അതിനുശേഷം അവന്റെ കൈ പിടിച്ച് തിരിക്കും. നീ ഈ കൈ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരുപാട് പേരെ കൊന്നു തള്ളിയത്. യാതൊരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരെ നീ ഇല്ലാതാക്കിയത് ഈ കൈ കൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മൊട്ടപ്പനെയാണ് നീ ഒറ്റയടിക്ക് ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തകർത്തില്ലാതാക്കിയത്. അതിനെനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവന്റെ കൈ തിരിച്ചോട്ടിക്കും. ക്രേസി ആണെങ്കിൽ അവിടെ പവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവാതെ അവൻ പുറകിലേക്ക് തെറിച്ചു പോവാണ്. ഇവിടെ നമ്മുടെ ഗോഹാൻ അവനാണെങ്കിൽ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കും. അതെ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു. വജിറ്റ പറഞ്ഞത് ശരിയാണ്. സൂപ്പർ സയാൻ അങ്ങനെയൊന്നുണ്ട്. എൻ്റെ അച്ഛൻ ശരിക്കും ഒരു സൂപ്പർ സയാനാണെന്ന് പറഞ്ഞ് അവൻ കരയും. ഇവിടെ ഗോക്കു ആണെങ്കിൽ എൻ്റെ സൂപ്പർ സയാൻ മോഡിൽ ഇപ്പൊ ഫ്രീസയെ അങ്ങനെ പുറഞ്ഞ് തല്ലുകയാണ്. ഗോക്കുവിന്റെ കയ്യിൽ നിന്ന് പഞ്ച് കിട്ടി അവൻ ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോകും. ഗോക്കു ആണെങ്കിൽ വിടാതെ അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോക്കു ആണെങ്കിൽ വലിയൊരു പവർ അത് അവന്റെ നേർക്ക് ആഞ്ഞടിക്കുകയാണ്. അതൊരു ഗോളം പോലെ ക്രിയേറ്റായി പൊട്ടി അങ്ങനെ തെറിച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അല്പസമയം കഴിഞ്ഞ് ഫ്രീസയാണെങ്കിൽ പാസകൾ ഒരുപാട് പരിക്കുകളുമായിട്ട് പുറത്തേക്ക് വരും. ഫ്രീസയാണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, കാര്യങ്ങളെല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ കരുതിയതുപോലെയല്ല. സൂപ്പർ സയാൻ എന്നൊന്നുണ്ട്. പക്ഷെ നീ സൂപ്പർ സയാൻ ആയിട്ട് പോലും എന്നെ തോൽപ്പിക്കാനുള്ള പവർ മാത്രം നിനക്ക് കിട്ടിയിട്ടില്ല. പാവങ്ങൾക്ക് വേണ്ടി ബലിയാടാവാൻ പോകുന്നത് നീയാണ്. എന്നെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഫ്രീസയാണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. ഗോകു ആണെങ്കിൽ ഞോട്ടിയടയിൽ ഇൻവിസിബിളായി അവന്റെ സ്ഥലത്തേക്ക് പോവാണ്. ഗോക്കുവിന്റെ ആ ഒരു സ്പീഡും വേഗതയൊക്കെ കണ്ട് അവൻ ഒരു സെക്കൻഡ് ഞെട്ടും. എന്നിട്ടും അവൻ കോൺഫിഡൻസ് കളയാതെ വീണ്ടും ഗോക്കുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ലോങ് ഷോട്ടിലായിട്ട് ഗോഹാനെ കാണിക്കും. ആ ഒരു വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് ഗോഹാനാണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷെ ഗോഹാൻ ഉറപ്പുണ്ട് അവന്റെ പപ്പ ഇപ്പോൾ ഒരു സൂപ്പർ സയാനാണ്. ഞാൻ തോറ്റു പോവില്ല. സോ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ അവൻ പിക്കലോയായിട്ട് മുൻപോട്ടേക്ക് പോകും. ഇവിടെ ഫ്രീസയാണെങ്കിൽ ഒരുപാട് നേരം ഗോക്കുവിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവനെ നോക്കും. പവറുകളെല്ലാം തന്നെ കെട്ടടങ്ങുമ്പോഴും ഗോക്കുവിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. കലിയിളകിയ ഫ്രീസയാണെങ്കിൽ വീണ്ടും അവന്റെ സർവ്വശക്തി ഉപയോഗിച്ച് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ നിർത്താതെ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടാതെ അത് ഫേസ് ചെയ്ത് അതിനെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് നേരത്തെ അവന്റെ പോരാട്ടത്തിന് ശേഷം അവന്റെ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യും. ഗോക്കുവിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. എന്റെ പവർ അടിപൊളിയായിരുന്നു, ഇനി നീ കാണാൻ പോകുന്നത് എന്റെ പവറാണെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഞൊട്ടിയടയിൽ അവന്റെ തൊട്ടടുത്തേക്ക് വരും. അതിനുശേഷം
അവനെ പിടിച്ചു വലിച്ച് പുറഞ്ഞ് തല്ലുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. ഗോക്കു ആണെങ്കിൽ അവന്റെ പഞ്ചുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തും റെസിസ്റ്റ് ചെയ്തും അവനെ തട്ടി മാറ്റും. ഫ്രീസ ആണെങ്കിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് പ്രതീക്ഷിതയല്ല. ഗോക്കു അവന്റെ ഫുൾ പവർ എടുത്ത് ഫ്രീസയെ ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കുകയാണ്. ഫ്രീസ അവന്റെ കൈ നീട്ടി ഫയർ പവർ ആഞ്ഞടിപ്പിക്കും. ഗോക്കു സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു പവറിൽ നിന്ന് തെന്നി മാറുകയാണ്. ഓ നോ, അതെങ്ങനെ സംഭവിച്ചു? ഇത്രയും സ്പീഡിൽ പോകുന്ന എൻ്റെ പവറിൽ നിന്ന് അവൻ എങ്ങനെ രക്ഷപ്പെട്ടു? ഇല്ല, ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവൻ അതിശക്തമായിട്ട് ഗോക്കുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ അറ്റാക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അങ്ങനെ രക്ഷപ്പെട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഫ്രീസയ്ക്ക് ആണെങ്കിൽ അവൻ്റെ സമനില തെറ്റുന്ന അവസ്ഥയിലേക്ക് വരും. എങ്ങനെ സൂപ്പർ സയൻ അവൻ്റെ കൺമുമ്പിലേക്ക് വരുമെന്ന് അതവൻ കരുതിയതല്ല. പക്ഷെ ഫ്രീസയെ കൊണ്ടാണെങ്കിൽ അപ്പോഴത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവൻ വീണ്ടും ഒരു പവർ കൂടെ പ്രയോഗിക്കും. പക്ഷെ അതും ഗോക്കുവിൻ്റെ നേർക്ക് ഏശില്ല. ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, വലിയ ഗ്രഹം അത് നശിപ്പിക്കുന്നതിലും ഈസിയല്ലേ നിനക്ക് എന്നെ നശിപ്പിക്കാൻ? പിന്നെ എന്തുകൊണ്ട് നിനക്കിപ്പോൾ എന്നെ നശിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല? അത് കേട്ട് അവനാണെങ്കിൽ ടെൻസ്ഡ് ആവും. സത്യം പറയും, നീ ആരാ? ഇത്രയും പവർഫുൾ ആയിട്ട് ഒരാൾക്ക് പോലും എന്നെ എതിർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നിന്നെക്കൊണ്ട് അതെങ്ങനെ സാധിക്കുന്നു? അതിന് ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, നിനക്കത് മനസ്സിലായെന്ന് എനിക്കറിയാം. പക്ഷെ അത് തുറന്നു പറയേണ്ട സമയം അത് എത്തിയിരിക്കുകയാണ്. ഞാനാണ് ഭൂമിയിൽ താമസിച്ചിരുന്ന സയാൻ വംശജനായിട്ടുള്ള ഗോക്കു, ദ സൂപ്പർ സയാൻ, ദ റിയൽ സൂപ്പർ സയാൻ. അത് കേട്ട് ഇപ്പോൾ അവൻ ഞെട്ടും. ഓ നോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ കരുതിയത് അത് വെറും ഒരു കെട്ടുകഥയാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ഗോക്കുവിന് നേരെ തിരികെയാണ്. കട്ട് ചെയ്താ ഇവിടെ ഗോഹാനെ കാണിക്കും. ഗോഹാനാണെങ്കിൽ ഒരു സെക്കൻഡ് മൊട്ടപ്പനെയും കുഞ്ഞിപ്പയ്യനെയും ആലോചിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായാലും നിങ്ങളെ ഇല്ലാതാക്കിയ ആ ഫ്രീസയെ ഞാൻ വെറുതെ വിടില്ല. ഫ്രീസയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അല്പം ഭയമൊക്കെ തോന്നി തുടങ്ങും. അവൻ്റെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി വരികയാണ്. അവൻ ഒരു സെക്കൻഡ് ആ വലിയ സ്പിരിറ്റ് ബോംബിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് മിസ്സിനാണ് അതിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവൻ തിരികെ പിടിക്കാനായിട്ട് കഴിഞ്ഞത്. സത്യം പറഞ്ഞ ഇവൻ ഒരു സൂപ്പർ സയാൻ തന്നെയാണ്. പക്ഷേ ലോകത്തെ പോലും വിരൽത്തുമ്പിൽ നിർത്തുന്ന ആളാണ് ഞാൻ, സാക്ഷാൽ ഫ്രീസ. ഞാൻ എന്തിന് ഇവൻ്റെ മുൻപിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കണം? ഞാൻ പേടിക്കാനായിട്ട് പാടില്ല. ഞാൻ വളരെ സ്ട്രോങ് ആണ്. എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്തിരിക്കും. അതാണ് എൻ്റെ പവർ, എൻ്റെ കഴിവ്. പക്ഷേ എന്നെ കൂടി ഇപ്പോൾ അതിന് കഴിയുന്നില്ല. എന്തോ എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ. ഞാൻ തോറ്റു പോകില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ പവർ ഒരു റെഡ് കളറിൽ അങ്ങനെ അവന് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. ആ സമയത്ത് ഗോക്കു ആണെങ്കിൽ അവൻ്റെ പവറും റിലീസ് ചെയ്യുകയാണ്. രണ്ടുപേരുടെയും പവർ അതങ്ങനെ കൂട്ടിമുട്ടും. ലോകത്തിൻ്റെ തന്നെ മഹാപവറുകൾ അത് രണ്ടും അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഇപ്പം നാമഗ്രഹം അതങ്ങനെ കിടുങ്ങി വിറയ്ക്കുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ ഓൾമോസ്റ്റ് ആ പേടകം കണ്ടെത്തി കഴിഞ്ഞു. അച്ഛൻ ഇവിടേക്ക് വന്ന പേടകം അതിതാണ്. എത്രയും വേഗം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ബുൽമയും കണ്ടെത്തി ായിട്ട് ഇവിടുന്ന് കടന്നു പോകണം. അത് അച്ഛൻ്റെ ആജ്ഞയാണ്. എനിക്കത് അനുസരിച്ചേ പറ്റൂ. ഫ്രീസയെ അച്ഛൻ തീർക്കും. അതിനുശേഷം അച്ഛൻ സേഫായി ഭൂമിയിലേക്ക് എത്തും. ഫ്രീസ ആണെങ്കിൽ വിളിച്ചു പറയും, നീ എന്നെ തോൽപ്പിക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിനക്കതിന് സാധിക്കില്ല. ആണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലുമില്ലാതെ പറയും, അങ്ങനെയാണെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. സോ അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. നീ തോൽക്കാൻ പോകുന്നു. ഫ്രീസ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവൻ്റെ പവർ അത് 10 മടങ്ങാക്കി വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ ഈ നാമഗ്രഹത്തെയും സൂപ്പർ സയാനായ നിന്നെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ പോവാണ്. ഇതിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ലക്ഷ്യം അത് മാത്രമാണ് പ്രധാനമെന്ന് പറഞ്ഞ് അവൻ ക്രിയേറ്റ് ചെയ്ത മാസീവ് പവർ നാമഗ്രഹത്തിലേക്ക് വലിച്ചെറിയും. ആണെങ്കിൽ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് അറ്റാക്ക് അത് പ്രതീക്ഷിച്ചതല്ല. അവൻ വിളിച്ചു പറയും, നോ, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അവനത് പറയേണ്ട താമസം ആ പവർ നാമഗ്രഹത്തിലേക്ക് വന്ന് പതിച്ച് അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ